ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടൂൾസ് PSC. അപ്പോൾ ഇന്നത്തെ എക്സാം എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാം, കൺഫ്യൂസിങ് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതല്ലാതെ അത് മാറ്റിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പൂർണ്ണമായും നിമി ബേസ്ഡ് ആയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് എടുത്തു പറയേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. നിമിയിലുള്ള മിക്ക ക്വസ്റ്റ്യൻസും ഒരു പകുതിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസും നിമിയിലുള്ള പകുതിക്ക് കൂടുതൽ എന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിമിയിലുള്ള അതേ സെയിം സെൻറ്റൻസ് വെച്ച് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞു നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ വിച്ച് സോൾ ഒബ്ജക്റ്റ് ഹാസ് 12 ഈക്വൽ പെൻറ്റഗൺ ഫേസസ്. അതിൻ്റെ ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഡോഡെക്കഹെഡ്രോൺ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. M4 ഡെസിഗ്നേറ്റഡ് സ്കെയിൽ സെറ്റ് ഹാസ് ഡാഷ് സ്കെയിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1:50 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് ലയൻ ഈസ് യൂസ്ഡ് ടു ഷോ ട്രജക്ടറീസ് നമ്മൾ കാണിക്കാനായിട്ട് ഏത് ലൈൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ്. ചെയിൻ ലൈൻ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ. ഐസോമെട്രിക് സ്കെയിൽ ഈസ് എ ഫോർ ഷോർട്ടണിങ് ഓഫ് എബൌട്ട് എന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. 82 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. കൊമേഴ്സ്യൽ ബിൽഡിങ്സ് ആർ അണ്ടർ ഡേഷ് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് എന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഗ്രൂപ്പ് എഫ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിമി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. നിമിയിൽ ഇതെല്ലാം കറക്റ്റായിട്ട് അതിൻ്റെ സെൻറ്റൻസ് ആയിട്ട് ഇതിൻ്റെ പോയിന്റ്സുകൾ പറയുന്നുണ്ട്. സോ നിമിയിലുള്ള പോയിന്റ്സ് ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. ഇതെല്ലാ പോയിന്റ്സും നിമിയിലുള്ളത് തന്നെയാണ്. സോ നിങ്ങൾക്ക് നിമി ടെസ്റ്റ് റെഫർ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ചാനലിൽ തന്നെ നിമിയിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഉൾപ്പെടെയുള്ള വീഡിയോസ് കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, then നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ട്രാൻസ്വേഴ്സ് ആക്സിസ് ഓഫ് ദ ഹൈപ്പർബോള ആൻഡ് പാസിംഗ് ത്രൂ ഇറ്റ്സ് മിഡ് പോയിന്റ്. ഓക്കെ, അതിൻ്റെ ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. കോൺജുഗേറ്റഡ് ആക്സിസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ 4 സൈഡ്സ് ഫിഗർ ഹാവിങ് നോ സൈഡ് പാരലൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇവിടെ ആൻസർ നിമിയിൽ ഈ ഒരു ഡെഫിനിഷൻ അതുപോലെ പറയുന്നുണ്ട്. ഇവിടെ ആൻസർ ട്രപ്പീസിയമാണ് ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു BSc തന്നെ പ്രൊഫഷണൽ നമ്മുടെ ഈ ഒരു എക്സാമിൻ്റെ പ്രൊഫഷണൽ കീയിൽ വന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിമിയിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ട്രപ്പീസിയം തന്നെയാണ്. പ്രൊഫഷണൽ കീയിൽ അത് ട്രപ്പീസോയിഡ് എന്നാണ് ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ദ പാരലൽ പ്രൊജക്ഷൻ അല്ലാത്തത് എന്നാണ് ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന 3 ഓപ്ഷൻ പാരലൽ പ്രൊജക്ഷൻ ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നൺ ഓഫ് ദി എബവ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ കൺവേർഷൻ ഓഫ് 3000 mm ഇൻ 1:25 സ്കെയിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇത് നമുക്ക് ഇവിടെ എങ്ങനെ ചെയ്യാം? സിമ്പിളാണ്. 3000 mm നമുക്ക് ഡിവൈഡ് ബൈ 25 ചെയ്യുക. ഓക്കെ, ഡിവൈഡ് ബൈ 25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ആൻസറായി നമുക്കിവിടെ 120 mm എന്ന് കിട്ടും. സോ mm നമ്മൾ സെൻറ്റിമീറ്ററിലൂടെ ആക്കി കഴിഞ്ഞാൽ 12 എന്ന് കിട്ടും. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. ദെൻ 10ാമത്തെ ചോദ്യം നോക്കാം. ദ ഒക്കുപ്പൻ്റ് ലോഡ് ഓഫ് എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ഇൻ സ്ക്വയർ മീറ്റർ പെർ പേഴ്സൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 4 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ ആ ഒരു KMBRൻ്റെ റോളിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അവിടെ 4 ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11ാമത്തെ ചോദ്യം നോക്കാം. ദ വെയ്റ്റ് ഓഫ് 12 mm റൗണ്ട് സ്റ്റീൽ ആർച്ച് ഈസ് ഡേഷ് kg/m എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്കത് എങ്ങനെ ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ നമ്മുടെ d²/162 എന്ന ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാം. d²/162 എന്ന ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ആൻസർ വരുന്നത് 0.89 ആണ് വരുന്നത്. ഓക്കെ, 0.89 ആണ് ആൻസർ വരുന്നത്. അതിവിടെ ഈ ഒരു ഓപ്ഷനിൽ ഇല്ല. അതിന് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അതായത് 0.89 കിലോഗ്രാം ആണ് ആൻസർ. kg/m ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്നാൽ ഇവിടെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ BScയുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ ഇവിടെ ആൻസർ ആയിട്ട് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 20 ആണ് BScയുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ ആൻസർ ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, ആൻസർ കീയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആൻസർ കീയിൽ ഈ ഒരു ഓപ്ഷൻ ബി ആണ്. 20 ആണ് അവിടെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 12ാമത്തെ ചോദ്യം നോക്കാം. ദ ക്വാണ്ടിറ്റി ഓഫ് സിമൻറ്റ് റിക്വയർഡ് ഫോർ 1:2:4 കോൺക്രീറ്റ്
10 cubic is എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇവിടെ നമുക്ക് ഏതൊക്കെ വാല്യൂ വെച്ച് ചെയ്യാം നമുക്ക് 0.95 എന്ന വാല്യൂ വെച്ച് ചെയ്യാം. അതല്ലെങ്കിൽ 1.52 to 1.57 ഈ ഒരു റേഞ്ചിൽ വരുന്ന ഏതെങ്കിലും ഒരു വാല്യൂ വെച്ച് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് ചെയ്യാം അല്ലേ. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 2.2 ക്യൂബിക്സ് ആണ് അവിടെ ആൻസർ വരുന്നത്. അത് ഈ ഒരു വാല്യൂവിൻ്റെ റേഞ്ചിലുള്ള വാല്യൂ ഇട്ട് ചെയ്യുമ്പോൾ, അതായത് 1.54 എന്ന വാല്യൂ ഇട്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് 2.2 ക്യൂബിക്സ് എന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. സോ ഇവിടെ 12ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. 2.2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 13ാമത്തെ ചോദ്യം നോക്കാം. The timber required for paneled door shutter 4 cm thick 400 square meter എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ആൻസർ വരുന്നത് 4 ക്യൂബിക് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അത് സിമ്പിൾ ആണ്. 4 ക്യൂബിക് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ 4.5 ക്യൂബിക്സ് ആണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് ഇൻ കോൺട്രാക്ട് ഡോക്യുമെന്റ് നോർമലി റിഫേഴ്സ് ടു? ഏതാണ് അവിടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. 6 months to 1 year ആണ് അവിടെ നമുക്കവിടെ ആൻസർ ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15ാമത്തെ ചോദ്യം. ദ ഫോം യൂസ്ഡ് ഇൻ പബ്ലിക് വർക്ക് ഫോർ മെഷർമെൻറ്റ് ബുക്ക് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഫോം 23 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 16ാമത്തെ ചോദ്യം നോക്കാം. What is the period suggested for the removal of homework of RCC column and walls? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. 14 days ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17ാമത്തെ ചോദ്യം. ദ ക്വാണ്ടിറ്റി ഓഫ് വെറ്റ് മോട്ടാർ റിക്വയർഡ് ഫോർ എ 12 mm thick 1:6 plastering ഈസ്? ഓക്കെ, അവിടെ ഏതാണ്? അവിടെ നമുക്കൊരു ഏരിയ കറക്റ്റായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. സോ BSCയുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ വന്നിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ 2 ക്യൂബിക്സ് ആണ് അവിടെ PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ വന്നിരിക്കുന്നത്. നമുക്കവിടെ കറക്റ്റായിട്ട് അവർ ഏരിയ മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ സോക്കിംഗ് ടൈം ഓഫ് ബ്രിക്സ് ഫോർ ബ്രിക്ക് വർക്ക്? ഓക്കെ, അതിൻ്റെയും ആൻസർ നമ്മുടെ നിമ്മിയിൽ കറക്റ്റായിട്ട് ഒരു പോയിന്റ് സെൻറ്റൻസ് പറയുന്നത് മിനിമം 2 hours എന്ന് പറയുന്നുണ്ട്. സോ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൻസറും ഇവിടെ വരുന്നില്ല. പക്ഷേ PSCയുടെ ഒരു പ്രൊഫഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ എ 12 hours ആണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ പറയുന്നത് അപ്പം ഞാൻ ഈ എടുത്ത് പറയുന്നത് അല്ലാതെ ക്വസ്റ്റ്യൻസും നിമിയിൽ ആ ഒരു സെൻറ്റൻസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ 18ാമത്തെ ക്വസ്റ്റ്യനും മിനിമം സോക്കിംഗ് ടൈം എന്ന് പറയുന്നത് 2 hours എന്ന് നിമിയുടെ ടെസ്റ്റിൽ എടുത്ത് പറയുന്നുണ്ട്. ഒരു സെൻറ്റൻസ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് ഇല്ല. പക്ഷേ PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ 12 hours ആണ് അവിടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 19ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ഹാൻഡ് റെയിൽ ഹൈറ്റ് ഓഫ് ഫയർ സ്റ്റെയർ കേസ്? ഓക്കെ, ഫയർ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽ എത്രയാണ് കൊടുക്കാറുള്ളത്? 120 cm ആണ്. ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 20ാമത്തെ ചോദ്യം. നിങ്ങൾക്ക് ഈ ഒരു എക്സാം എങ്ങനെയുണ്ട് എന്നതിനെ പറ്റി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ളായിട്ട് നിമി ബേസ്ഡ് grade 3 ആണ്. സോ ഫുള്ളായിട്ട് നിമി ബേസ്ഡ് തന്നെയാണ് എക്സാം. നിമിയിലുള്ള സെൻറ്റൻസുകൾ അതേപോലെ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. സോ grade 3-ക്കൊക്കെ അല്ലെങ്കിൽ grade 2-നായാലും grade 3-ക്കൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിമിയുടെ ടെസ്റ്റുകൾ നിമിയിലെ പോയിൻറ്റ്സുകൾ നിങ്ങൾ റെഫർ ചെയ്യുന്നത് നല്ല ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, ദെൻ നമുക്ക് 20ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഇഫ് ദ എമൗണ്ട് ഓഫ് ആനുറ്റി ബ്രിങ്സ് അറ്റ് ദ സെയിം ഫ്യൂച്ചർ ഡേറ്റ് ആഫ്റ്റർ എ നമ്പർ ഓഫ് ഇയേഴ്സ് ഇറ്റ് ഈസ് നോൺ ആസ്? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഡിഫേർഡ് ആനുറ്റി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു സെൻറ്റൻസ് നമ്മുടെ ആ ഒരു നിമിയുടെ ടെസ്റ്റിൽ ഉള്ളത് തന്നെയാണ്. ഓക്കെ, ദെൻ 21ാമത്തെ ചോദ്യം. ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ടു അബ്സോർബ് വാട്ടർ വേപ്പർ ഫ്രം ദ എയർ ഈസ് കാൾഡ്? ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹൈഗ്രോസ്കോപ്പോസിറ്റി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 22ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ഇമേഴ്സിംഗ് ടിംബർ ഇൻ എ സൊല്യൂഷൻ ഓഫ് സ്യൂട്ടബിൾ സാൾട്ട് ടു സീസൺ ഇറ്റ് ഈസ് കോൾഡ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. കെമിക്കൽ സീസണിംഗ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കെമിക്കൽ സീസണിങ്ങിലാണ് നമ്മൾ ആ ഒരു സാൾട്ട് സൊല്യൂഷനിൽ ടിംബറിനെ നമ്മൾ ഇമേഴ്സ് ചെയ്ത് വിടുന്നത്. ഓക്കെ, ദെൻ 23ാമത്തെ ചോദ്യം. വിച്ച് പ്രോപ്പർട്ടി ഓഫ് സ്റ്റോൺ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഡോക്സ്, ഹാർബർ ആൻഡ് ഗ്രാവിറ്റി ഡംസ്? ഏതാണ്? നമുക്കറിയാം ഓപ്ഷൻ ബി ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് ദ ക്വാണ്ടിറ്റി ഓഫ് മിക്സിംഗ് വാട്ടർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് കോൺക്രീറ്റ് ഓഫ് എ സർട്ടൈൻ സ്ലംബ്, റെഡ്യൂസ് വാട്ടർ സിമൻറ്റ് റേഷ്യോ, റെഡ്യൂസ് സിമൻറ്റ് കണ്ടന്റ് ഓർ ഇൻക്രീസ് സ്ലംബ്?
ഓക്കെ, അവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്, വാട്ടർ റെഡ്യൂസിങ് അഡ്മിക്സ്ചർ. ഈ ഒരു സെൻറ്റൻസ് അതുപോലെ തന്നെ നമ്മുടെ നിമിയിൽ സെയിം സെൻറ്റൻസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ വേറെ ഒന്നും നോക്കാനില്ല, ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, വാട്ടർ റെഡ്യൂസിങ് അഡ്മിക്സ്ചർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 25ാമത്തെ ചോദ്യം, ബ്രിക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാസ്റ്റിക് ക്ലേ മെഷീൻ ആർ ഓൾസോ കോൾഡ്. ഏതാണ്? നമുക്കറിയാം ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വയർ കട്ട് ബ്രിക്സ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 26ാമത്തെ ചോദ്യം നോക്കാം. ദ വോളിയം ഓഫ് 1 ബാഗ് ഓഫ് സിമെൻറ്റ് ഏതാണ്? ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്, ഓപ്ഷൻ ഡി ആണ്, 0.0347 ക്യൂബിക് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 27ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ യൂസ് ഓഫ് ലൈം ഇൻ സ്റ്റീൽ ഇൻഡസ്ട്രി. സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ ലൈം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആ ഒരു ഫ്ലെക്സ് പോലത്തെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആസ് എ ഫ്ലെക്സ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സ്റ്റീലാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 28ാമത്തെ ചോദ്യത്തിലോട്ട് വരാം. sand passing through a sieve with clear opening of 1.5875 mm is known as. ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്, ഫൈൻ സാൻഡ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 29ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് സ്ലംബ് ഫോർ കോൺക്രീറ്റ് യൂസ്ഡ് ഫോർ കനാൽ ലൈനിങ്. ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 70 to 80 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതും ഈ ഒരു സെൻറ്റൻസ് അതുപോലെ സെയിം സെൻറ്റൻസ് നമ്മുടെ നിമിയിൽ കിടപ്പുണ്ട്. ഓക്കെ, ദെൻ 30ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് വെഹിക്കിൾ ഓർ കേരിയർ ഇൻ പെയിൻറ്റ്. ഏതാണ്? നമ്മൾ വെഹിക്കിളിൻ്റെ പർപ്പസ് എന്താണ്? ഹോൾഡ് ദ ഇൻഗ്രീഡിയൻസ് ഓഫ് എ പെയിൻറ്റ് ഇൻ എ ലിക്വിഡ് സസ്പെൻഷൻ ആണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡേഷ് ടൈപ്പ് ഓഫ് ടൈൽസ് ആർ യൂസ്ഡ് ഇൻ കിച്ചൺ ഫ്ലോർസ് ആസ് ഓർഡിനറി സെറാമിക് ടൈൽസ് ആർ ബ്രിട്ടിൽ ആൻഡ് ഫുൾ ഓഫ് എനി ഹെവി ഒബ്ജക്റ്റ് ഈസ് ലയബിൾ ടു ചിപ്പ് ദ സെറാമിക്. ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഫുള്ളി വെർട്ടിഫൈഡ് ടൈൽസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു സെയിം സെൻറ്റൻസ് വെർട്ടിഫൈഡ് ടൈലിനെ പറ്റിയിട്ട് ഈ ഒരു സെയിം സെൻറ്റൻസും നമ്മുടെ ആ ഒരു നിമിയുടെ ടെസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ദെൻ 32ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ടിൻ ഇൻ ഗൺ മെറ്റൽ. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ബി ആണ്, 10% ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 33ാമത്തെ ചോദ്യം. ദ ലോവർ സർഫേസ് ഓഫ് ദ ബ്രിക്ക് വെൻ ലെയ്ഡ് ഫ്ലാറ്റ് ഈസ് നോൺ ആസ്. ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബെഡ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 34ാമത്തെ ചോദ്യം നോക്കാം. ദ നാരോ വെർട്ടിക്കൽ ബോർഡ് യൂസ്ഡ് ടു മേക്ക് ഫോം വർക്ക് ഫോർ സർക്കുലർ കോളം ഈസ് നോൺ ആസ്. ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സ്റ്റാവ്സ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അതൊക്കെ ഈ ഒരു പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ നിമിയിൽ ആ ഒരു സെയിം സെൻറ്റൻസ് അതുപോലെ എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ 35ാമത്തെ ചോദ്യം. നെയിം ദ മേസണറി ഇൻ വിച്ച് സ്റ്റോൺസ് ആർ യൂസ്ഡ് ആസ് ദ അവൈലബിൾ ഫ്രം ദ ക്വാറി ആൻഡ് ദ കോഴ്സ് ഈസ് നോട്ട് റെഗുലർ. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, അൺകോഴ്സ്ഡ് മേസണറി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 36ാമത്തെ ചോദ്യം. നെയിം ദ സ്പ്രെഡ് ഫൂട്ടിംഗ് യൂസ്ഡ് ഫോർ വാൾസ്. ഏതാണ്? ആൻസർ സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഇതൊക്കെ നമ്മുടെ ആ ഒരു നിമിയുടെ ടെസ്റ്റിൽ, ഓക്കെ, ഇതൊക്കെ നമ്മുടെ ആ ഒരു നിമിയുടെ ടെസ്റ്റിൽ അതുപോലെ എടുത്ത് പറയുന്ന പോയിന്റ്സ് ആണ്. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്, നിങ്ങൾ ഇനി ഈ ഒരു ഗ്രേഡ് 2 ആയിക്കോട്ടെ, ഗ്രേഡ് 3 എക്സാം ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്ത് ആ ഒരു നിമി ടെസ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അവരുടെ ആ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ടെസ്റ്റായിട്ടല്ല, PDF രൂപത്തിലായിരിക്കും നമുക്കത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവർക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് സിമ്പിൾ ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോയിൻറ്റ്സ് ഒക്കെ അതിൽ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ഈ ഒരു ചാനലിൽ തന്നെ കുറച്ച് സബ്ജക്റ്റിൻ്റെ ക്ലാസ് ഞാൻ ഫ്രീ ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതിലും നിങ്ങൾക്ക് ഈ ഒരു പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ അത് ആവശ്യമുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് കാണുക. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 37ാമത്തെ ചോദ്യം വരുന്നത്. ദ ഡബിൾ ഫ്ലൈയിങ് ഷോർ ഈസ് യൂസ്ഡ് വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് പാരലൽ വാൾ ഈസ് നോൺ ആസ്. ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, 9 to 12 മീറ്റർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 38ാമത്തെ ചോദ്യം. നെയിം ദ ആർച്ച് ഇൻ വിച്ച് എ സെമി സർക്കുലർ പോർഷൻ ഈസ് അറ്റാച്ച്ഡ് അറ്റ് ദ ടോപ്പ് ഓഫ് 2 വെർട്ടിക്കൽ പോർഷൻ. ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സ്റ്റിൽറ്റഡ് ആർച്ച് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതൊക്കെ ആ ഒരു നിമിയിലുള്ള സെയിം പോയിന്റ്സ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ദെൻ 39ാമത്തെ ചോദ്യം. വിച്ച് പൈൽ ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് വാട്ടർ ഫ്രണ്ട് സ്ട്രക്ചർ അഗെയിൻസ്റ്റ് ദ ഇമ്പാക്ട് ഫ്രം ഷിപ്പ് ഓർ അതർ ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റ്.
ഓക്കെ, നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഫെൻഡർ പെയിലാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 40ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ മാക്സിമം ഹൈറ്റ് അറ്റ് വിച്ച് ടെക്സ്റ്റൈൽ സ്കഫോൾഡിംഗ് ക്യാൻ ബി അഡോപ്റ്റഡ് ഫ്രം ദ സർഫേസ്? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, 5 മീറ്റർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 41ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫ്ലോർ ഈസ് യൂസ്ഡ് ഫോർ സ്വിമ്മിംഗ് പൂൾ? സ്വിമ്മിംഗ് പൂൾ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അസ്ഫാൾട്ട് ഫ്ലോർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 42ാമത്തെ ചോദ്യം. ദ ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ ഈസ് അഡോപ്റ്റഡ് അപ് ടു എ സ്പാൻ ഓഫ്. ഓക്കെ, ഡബിൾ ജോയിസ്റ്റ് നമ്മൾ എവിടെയാണ്, എത്ര സ്പാൻ വരെയാണ് കൊടുക്കാറുള്ളത്? 7.5 ആണ്. സോ ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെയിം ദ സ്റ്റെയർ ദാറ്റ് ഡു നോട്ട് റിക്വയർ ന്യൂവൽ പോസ്റ്റ്. ന്യൂവൽ പോസ്റ്റ് ആവശ്യമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ജിയോമെട്രിക്കൽ സ്റ്റെയർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 44ാമത്തെ ക്വസ്റ്റ്യൻ. എ ട്രസ്ഡ് റൂഫ് ഈസ് യൂസ്ഡ് വെൻ ദ സ്പാൻ എക്സീഡ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണല്ലേ, ഓപ്ഷൻ ഡി ആണ്. 4.8 മീറ്റർ എക്സീഡ് ആകുമ്പോഴാണ് നമ്മൾ ആ ഒരു ട്രസ്ഡ് റൂഫ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ 45ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് സ്ലംബ് ഓഫ് കോൺക്രീറ്റ് യൂസ്ഡ് ഫോർ റോഡ് കൺസ്ട്രക്ഷൻ? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണല്ലേ, ഓപ്ഷൻ എ ആണ്. 20 to 40 mm ആണല്ലേ, 20 to 40 mm ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 46ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ലാപ്പ് ലെങ്ത് ഓഫ് വെർട്ടിക്കൽ ബാർസ് ഇൻ കോളം? ഏതാണ് ലാപ്പ് ലെങ്ത് എന്ന് പറയുന്നത്? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 24 into ഡയ ഓഫ് ബാർ ആണ്. ഇതും നിമ്മിയിൽ ഈ ഒരു പോയിന്റ് അതുപോലെ നിമ്മിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദെൻ 47ാമത്തെ ചോദ്യം. ദ കോൺക്രീറ്റ് മിക്സ് M25 to M55 ആർ നോൺ as. ഏതാണ് ഓപ്ഷൻ ബി ആണ്, സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 48ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ബാർസ് പ്രൊവൈഡഡ് ഇൻ എ ബീം as മെയിൻ ബാർ? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്, 2 ആണ്. ഈ ഒരു സെയിം സെൻറ്റൻസും നമ്മുടെ ആ ഒരു നിമിയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ 49ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ റിവറ്റ് വിത്ത് എ റൗണ്ട് ഹെഡ്? ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ബട്ടൺ ഹെഡ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 50ാമത്തെ ചോദ്യം. നെയിം ദ സ്റ്റെയർ അറേഞ്ച്മെന്റ് ഇൻ വിച്ച് ദ സ്റ്റെപ്പ് ആർ ഫോംഡ് ആസ് ത്രെഡ്സ് ഓൺലി? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്, കാൻഡിലിവർ ത്രെഡ് സ്ലാബ് സ്റ്റെപ്പാണ്. ഇതും ആ ഒരു ഫിഗർ ഉൾപ്പെടെ നമ്മുടെ ആ ഒരു നിമി ടെസ്റ്റിൽ അവൈലബിൾ ആണ്. സോ അതൊക്കെ നിങ്ങൾ റിഫർ ചെയ്യുക. ഈ ഒരു കാൻഡിലിവർ ത്രെഡ് സ്ലാബ് സ്റ്റെപ്പ് നമ്മൾ ഈ ഒരു ഇപ്പോഴത്തെ ആ ഒരു കൺസ്ട്രക്ഷൻ രീതിയിൽ മോഡലായിട്ട് വരുന്ന സ്റ്റെപ്പുകളാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ആ ഒരു നിമിയുടെ ടെസ്റ്റിൽ ഇമേജ് ഉൾപ്പെടെ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ 51ാമത്തെ ക്വസ്റ്റ്യൻ. ദ പോർഷൻ ഓഫ് സ്റ്റൈൽ വിച്ച് ഡിക്രീസ് ഇറ്റ്സ് വിഡ്ത്ത് അറ്റ് ലോക്ക് ലെവൽ ഈസ് കോൾഡ്? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, ഗൺ സ്റ്റോക്ക് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ വിൻഡോസ് ഫിക്സഡ് ഓൺ ദ ഫ്ലാറ്റ് റൂഫ് ടു പ്രൊവൈഡ് ലൈറ്റ് ടു ദ ഇന്നർ പോർഷൻ ഓഫ് ഹൗസ്? ഏതാണ്? അതൊക്കെ സിമ്പിളാണ്, ഓപ്ഷൻ സി ആണ്, ലാൻഡിയൻ വിൻഡോയാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഏരിയ ദ ക്രോപ്പ് ഈസ് ഗ്രോൺ അറ്റ് എ പർട്ടിക്കുലർ ടൈം ഓർ ക്രോപ്പ് സീസൺ? ഏതാണ്? ഓപ്ഷൻ സി ആണ്, കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഒന്നുകൂടെ പറയുന്നു. നിമ്മിയിലുള്ള സെയിം സെൻറ്റൻസിനെ പിക്ക് ചെയ്തിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മിക്ക എല്ലാ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെയാണ്. സോ നിങ്ങൾക്കിപ്പം ചില കുട്ടികൾക്ക് നെഗറ്റീവ് കൂടി വരാം. സോ ഈ ഒരു 50 ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് എങ്ങനെയാണെന്നും നിങ്ങളുടെ എക്സാം ലെവൽ എങ്ങനെയാണെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ നെഗറ്റീവ് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വിഷമിക്കേണ്ട. നമുക്ക് ഇനിയും ഒട്ടനവധി എക്സാംസ് വരുന്നുണ്ടല്ലേ. ഈ ഒരു 2026 2025 ഡിസംബർ ലാസ്റ്റിൽ നമുക്ക് കുറേയധികം നോട്ടിഫിക്കേഷൻസ് വന്നു. ഓവർസിയർ ലെവലായാലും അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ലെവലായാലും ഒട്ടനവധി നോട്ടിഫിക്കേഷൻസ് നമുക്ക് വന്നു. സോ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനെല്ലാം കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കി അപ്ലൈ ചെയ്യുക. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 54ാമത്തെ ക്വസ്റ്റ്യനോട്ട് പോകാം. വിച്ച് ഈസ് ദ ടൈം ബിറ്റ്വീൻ ഫസ്റ്റ് വാട്ടറിംഗ് ഓഫ് എ ക്രോപ്പ് അറ്റ് ദ ടൈം ഓഫ് സോവിങ് ടു ഇറ്റ്സ് ലാസ്റ്റ് വാട്ടറിംഗ് ബിഫോർ ഹാർവെസ്റ്റിംഗ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്, ബേസ് പീരിയഡ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 55ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ സീസൺ ഇൻ വിച്ച് ദ ക്രോപ്പ് ആർ സോവിങ് ഓട്ടം ആൻഡ് ദേ ആർ ഹാർവെസ്റ്റിംഗ് ഇൻ സ്പ്രിംഗ് സീസൺ? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്, റാബി സീസൺ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ,
ദെൻ 56ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കനാൽ ഈസ് വാട്ടർ ഡയറക്ട്ലി ഫ്രം ദ റിവർ? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി മെയിൻ കനാലാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 57ാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഹൈഡ്രോളിക് സ്ട്രക്ചർ ഈസ് ഡ്രെയിനേജ് ടേക്കൺ ഓവർ ദ ഇറിഗേഷൻ കനാൽ? ഏതാണ് ആൻസർ വരുന്നത്? നമുക്കിവിടെയും ആ ഒരു ഹൈറ്റ് കറക്റ്റായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്കിവിടെ കനാൽ സൈഫണും അതുപോലെ തന്നെ സൈഫൺ സൂപ്പർ പാസേജും ഒരു സാധ്യത വരാനുള്ളതാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ സൈഫൺ സൂപ്പർ പാസേജ് ആണ് അവർ അവിടെ ആൻസറായിട്ട് പിക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ 58ാമത്തെ ചോദ്യം, ഇൻ വിച്ച് പൈപ്സ് ആർ യൂസ്ഡ് ടു വാട്ടർ ഫ്രം സ്റ്റോറേജ് റിസർവോയർ ടു പവർ ഹൗസ്? അതാണ് ആൻസർ. ആൻസർ ഓപ്ഷൻ സി ആണ്, പെൻ സ്റ്റോക്ക് ആണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 59ാമത്തെ ചോദ്യം, ദ ഗ്രൗണ്ട് ഈസ് കൺസിഡേർഡ് ആസ് ലെവൽ ഇഫ് ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രൗണ്ട് ഈസ് അപ് ടു? ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 3 ഡിഗ്രി, 3 ഡിഗ്രിയാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 60ാമത്തെ ചോദ്യം, ഇഫ് ദ സർവേ ഈസ് ഓഫ് ഓൺലി എ ടെമ്പററി ക്യാരക്ടർ ആൻഡ് ബി ഫിനിഷ്ഡ് ഇൻ എ സിംഗിൾ ഡേ, സർവേ സ്റ്റേഷൻ ഷുഡ് ബി മാർക്ക്ഡ് ഓൺ ദ ഗ്രൗണ്ട് യൂസിങ്. അപ്പോൾ നമ്മളവിടെ ഏത് യൂസേജാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്? ആൻസർ വരുന്നത് വുഡൻ പെക്സ് ആണ്, വുഡൻ പെക്സ് ആണ്. പക്ഷേ നമ്മുടെ ഈ ഒരു PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ റേഞ്ചിങ് റോഡാണ് ആൻസറായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, കറക്റ്റ് ആൻസർ വുഡൻ പെഗ് ആണ്. പക്ഷേ PSCയുടെ ആ ഒരു പ്രൊഫഷണൽ ആൻസർ കീയിൽ റേഞ്ചിങ് റോഡാണ് അവർ ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ PSC ഇപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ ആൻസർ കീയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ചലഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ 61ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ ലൈൻസ് ആർ ഓൺ ഡിഫറൻറ്റ് സൈഡ് ഓഫ് ദ ഡിഫറൻറ്റ് മെറിഡിയൻ ദ ഇൻക്ലൂഡഡ് ആംഗിൾ ഈസ്? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്, 180 ഡിഗ്രി ഡിഫറൻസ് ഓഫ് ദ ടു റെഡ്യൂസ്ഡ് ബിയറിംഗ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 62ാമത്തെ ചോദ്യം, ദ ബിയറിംഗ് ഓഫ് എ ലയൺ AB ഈസ് 152 ഡിഗ്രി 20 മിനിറ്റ്സ് ആൻഡ് ദ ആംഗിൾ ABC ഈസ് 124 ഡിഗ്രി 38 മിനിറ്റും. വാട്ട് ഈസ് ദ ബിയറിംഗ് ഓഫ് BC എന്നാണ്. അത് സിമ്പിളാണ്, നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ആ ഒരു ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, 96 ഡിഗ്രി 58 ഡിഗ്രി 58 മിനിറ്റ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 63ാമത്തെ ചോദ്യം നോക്കാം. ദ ഇൻഡെക്സ് ആം ആൻഡ് ദ ക്ലിപ്പിംഗ് ആം ആർ ടുഗദർ നോൺ ആസ്? ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്, T ഫ്രെയിം ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 64ാമത്തെ ചോദ്യം, ഇൻ തിയോഡലൈറ്റ് സെൻറ്ററിങ് ഈസ് ഡൺ ബൈ മീൻസ് ഓഫ്? ഓക്കെ, 64ാമത്തെ ചോദ്യമാണ്. ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് പ്ലംബോബ ആണല്ലേ, പ്ലംബോബ ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 65ാമത്തെ ചോദ്യം, ദ മെത്തേഡ് യൂസ്ഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ദ ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷൻ ഓൺലി? ഓക്കെ, ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷൻ ഓൺലി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി ആണ്, റിസെക്ഷൻ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 66ാമത്തെ ചോദ്യം നോക്കാം. ദ ഡിസ്റ്റൻസ് ഓഫ് ദ ചേഞ്ച് പോയിന്റ് ഫ്രം ദ ലെവൽ ഷുഡിൻറ്റ് എക്സീഡ് എന്നാണ് പറയുന്നത്, ഷുഡിൻറ്റ് എക്സീഡ് എന്നാണ് പറയുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി 100 മീറ്റർ ആണ് അവിടെ ആൻസർ വരുന്നത്. ഇതും നിമിയിൽ അതുപോലെ ആ ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 67ാമത്തെ ചോദ്യം, ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് വർക്കിംഗ് പ്രൊഫൈൽ ദ ഡേറ്റം ആൻഡ് ഗ്രൗണ്ട് ലൈൻസ് ആർ ഡ്രോണിങ്? ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ബ്ലാക്ക് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 68ാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ഇറക്റ്റിംഗ് ദ സ്റ്റേക്സ് അറ്റ് എ ഗിവൺ എലിവേഷൻ ഓർ ഗ്രേഡിയൻറ്റ് ഈസ് കോൾഡ്? ഓക്കെ, ഏതാണ്? 68ാമതാണ് ആൻസർ വരുന്നത് സെറ്റിംഗ് ഗ്രേഡ് സ്റ്റേക്സ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സെറ്റിംഗ് ഗ്രേഡ് സ്റ്റേക്സ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതെല്ലാം ഈ ഒരു 68ാമത്തെ ക്വസ്റ്റ്യൻ ആയാലും നിമിയിൽ ഈ ഒരു സെൻറ്റൻസ് അതുപോലെ തന്നെ പറയുന്നുണ്ട്. ആ ഒരു സെൻറ്റൻസ് അതുപോലെ തന്നെ ഡെഫിനിഷനായിട്ട് എടുത്ത് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ദെൻ 69ാമത്തെ ചോദ്യം നോക്കാം. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് എർത്ത് വർക്ക് ഫോർ എ പ്രപ്പോസ്ഡ് റോഡ് ഓഫ് ഫോർമേഷൻ വിഡ്ത്ത് 10 meter. The length of the road is 60 meter. The ground is level transversely with side slope as 1/2:1 and the height at the center is 4 meter എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സിമ്പിളാണ്. ഇവിടെ നമുക്ക് ഫോർമുല ഏതാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഫോർമുല വരുന്നത് B+SH ഇൻറ്റു H. ഓക്കെ, അതായത് B+S ഇൻറ്റു H ഇൻറ്റു H. ഓക്കെ,
അങ്ങനെയാണ് ഫോർമുല വരുന്നത്. നമുക്ക് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഫോർമേഷൻ വിഡ്ത്താണ്. ബി എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ വിഡ്ത്താണ്. സോ 10 പ്ലസ് എസ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്, 1/2 ആണ്. സോ നമുക്കതിനെ 1.5 എന്ന് എഴുതാം. ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് അവിടെ തന്നിട്ടുണ്ട് 4 ആണ്. സോ 1.5 ഇൻറ്റു 4 ദെൻ ഹോൾ ബ്രാക്കറ്റ് ഇൻറ്റു എത്രയാണ്, ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, ഇത് നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 64 എന്ന് നമുക്ക് ആൻസർ വരും. ഈ 64-നെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ റോഡിൻ്റെ ലെന്ത് തന്നിട്ടുണ്ട് 60 എന്നാണ്. സോ 64 ഇൻറ്റു 60 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 3840 ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 3840 മീറ്റർ ക്യൂബാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഞാൻ ഫോർമുല ഒന്നുകൂടെ എഴുതാം. ഫോർമുല എന്ന് പറയുന്നത് ബി പ്ലസ് എസ് ഇൻറ്റു എച്ച് ദ ഹോൾ ബ്രാക്കറ്റ് ഇൻറ്റു എച്ച് ആണ്. ഓക്കെ, ഇതാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 70ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കർബ്സ് വിച്ച് ആർ പ്രൊവൈഡഡ് ഓൺ റോഡ് ഓർ റെയിൽവേ ഫോർ ഈസി ചേഞ്ച് ഓഫ് ഗ്രേഡ് കോൾഡ്. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ എ ആണ്, വെർട്ടിക്കൽ കർവാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 71ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോണിക് തിയോഡലേറ്റ് ആൻഡ് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്റർ. ഏതാണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ ബി ആണ്, ടോട്ടൽ സ്റ്റേഷൻ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 72ാമത്തെ ചോദ്യം. ഹൗ മെനി മെയിൻ എലമെന്റ്സ് ആർ ദെയർ ഇൻ GPS സിസ്റ്റം. ഓക്കെ, GPS സിസ്റ്റം എത്ര എലമെന്റ്സ് ഉണ്ട്, ആൻസർ വരുന്നത് ഓപ്ഷൻ സി 4 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 73ാമത്തെ ചോദ്യം. ഇൻ വിച്ച് ഇയർ ഓട്ടോകേഡ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ്. ഏതാണ് ആൻസർ, ഓപ്ഷൻ സി ആണ്, 1982-ലാണല്ലേ. സോ ഇവിടെ ഈ ഒരു ഓട്ടോകേഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ഓട്ടോകേഡിൽ നിന്നൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് പോലെയാണ് വരുന്നതല്ലേ. അത് നമ്മൾ കഴിഞ്ഞ റീസെൻ്റായിട്ട് നമുക്ക് എക്സാമൊക്കെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ പോലെയാണ് ഓട്ടോകേഡ് എന്ന ടോപ്പിക്കിൽ നിന്നും നമുക്ക് സാധാരണ വരുന്നത്. എന്നാൽ ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ബേസിക് നോളേജ് ഉള്ള ഒരു കുട്ടിയും ഈ ഒരു ഓട്ടോകേഡിൽ നിന്ന് ആൻസർ കറക്റ്റായിട്ട് എഴുതാന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ഒരു ഓട്ടോകേഡ് എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 74ാമത്തെ ചോദ്യം. വിച്ച് കീ ഈസ് യൂസ്ഡ് ടു ക്യാൻസൽ ഓർ ടു ഇഗ്നോർ ദ എൻട്രി ഓഫ് കമാൻഡ് ദാറ്റ് ജസ്റ്റ് എൻറ്റേർഡ്. ഓക്കെ, ആൻസർ ഏതാണ്, ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, എസ്കേപ്പ് കീ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 75ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ടൂൾ ബാർ ഹെൽപ്പ് us quicker way to access the general control and setting for AutoCAD. ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ സി ആണ്, സ്റ്റാൻഡേർഡ് ടൂൾ ബാർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ എ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ 76ാമത്തെ ചോദ്യം നോക്കാം. ദ ഫംഗ്ഷൻ കീ യൂസ്ഡ് ഫോർ സേവ് as ഫംഗ്ഷൻ. ഏതാണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ ബി ആണ്, F12 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 77ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ഫോർ ഓൺ ഓർ ഓഫ് ദ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് വിൻഡോ. ഏതാണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ ബി ആണ്, Ctrl+1 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 78ാമത്തെ ചോദ്യം. വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് മൾട്ടിപ്പിൾ കോപ്പി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ എ ഡിഫൈൻഡ് ആംഗിൾ ആൻഡ് എക്സാക്റ്റ് നമ്പർ. ഓക്കെ, ആൻസർ ഏതാണ്, ആൻസർ നമുക്കറിയാം, അറേ എന്ന ഓപ്ഷൻ ഉണ്ട്. സോ ആ ഓപ്ഷൻ ഡി അറേ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഓട്ടോകേഡ് എന്ന ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 79ാമത്തെ ചോദ്യം. വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് എ 3D സോളിഡ് ഫ്രം റെസ്പെക്റ്റീവ് ക്ലോസ്ഡ് 2D ഡ്രോയിങ്. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ സി ആണ്, എക്സ്ട്രൂഡ് കമാൻഡ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 80ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ കമാൻഡ് ഓഫ് ലേ ഔട്ട് ഓഫ് പ്ലോട്ടിംഗ്. ഏതാണ് ആൻസർ, ഓപ്ഷൻ ഡി ആണ്, LO ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 81ാമത്തെ ചോദ്യം. കൺവേർട്ട് 2 ounce ഇൻറ്റു ഗ്രാംസ്. ഓക്കെ, ഏതാണ് അവിടെ ആൻസർ വരുന്നത്, ഓപ്ഷൻ ബി ആണ്, 56.70 ആണ്. ഓരോ ഔൺസ് എന്ന് പറഞ്ഞാൽ 28.35 ഗ്രാമാണ് വരുന്നത്. ഓക്കെ, ആ വാല്യൂ അറിയുന്നവർക്കാണെങ്കിൽ ഇത് കിട്ടും. ഓരോ ഔൺസ് എന്ന് പറഞ്ഞാൽ 28.35 ഗ്രാമാണ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 82ാമത്തെ ചോദ്യം. ദ കപ്പാസിറ്റി ഫോർ ഡൂയിങ് വർക്ക് ഈസ് കാൾഡ്. ഏതാണ് എനർജി ആണ്, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 83ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ഓക്കെ, കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ബോത്ത് 2 and 4 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്.
ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 84ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ഓക്കെ, വീണ്ടും ഒരു കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് പിക്ക് ചെയ്യാനാണ്. അവിടെയും ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ബോത്ത് 3 and 4 സ്റ്റേറ്റ്മെൻറ്റ്, 3ാമത്തെയും 4ാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കറക്റ്റാണ്. ഓക്കെ, ദെൻ 85ാമത്തെ ചോദ്യം നോക്കാം. സൈൻ എ ഇൻറ്റു കൊസീക്ക് എ ഈക്വൽ ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ഈക്വൽ ടു 1 ആണ് വരുന്നത്. നമുക്കറിയാം കൊസീക്ക് എ എന്ന് പറഞ്ഞാൽ, ഓക്കെ, കൊസീക്ക് എ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? നമുക്ക് 1/sin a എന്ന് എഴുതാം. ഓക്കെ, 1/sin a എന്ന് എഴുതാം. ഇവിടെ ദെൻ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ എ. ഓക്കെ, സൈൻ എ ഇൻറ്റു 1/sin a എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ ക്യാൻസലായി പോവും, ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഈക്വൽ ടു 1 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 86ാമത്തെ ചോദ്യം നോക്കാം. എർഗ് പെർ സെക്കൻഡ് ഈസ് ദ SI യൂണിറ്റ് ഓഫ് എന്നാണ് ചോദ്യം. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം എർഗ് എന്ന് പറയുന്നത് നമ്മുടെ CGS യൂണിറ്റ് ആണല്ലേ, CGS യൂണിറ്റ് ആണ്. സോ CGS യൂണിറ്റ്, പവറിൻ്റെ CGS യൂണിറ്റിനെയാണ് നമ്മൾ എർഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ നമുക്ക് പിക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ PSCയുടെ ഈ ഒരു പ്രൊഫഷണൽ ആൻസർ കീയിൽ ഇവർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ പവർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ 87ാമത്തെ ചോദ്യം നോക്കാം. ദ മാക്സിമം സൂപ്പർ എലിവേഷൻ ഓൺ ഹിൽ റോഡ് ഷുഡ് നോട്ട് എക്സീഡ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. 10 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 88ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്പെസിഫൈഡ് പൊസിഷൻ ഓൺ എ ബ്രിഡ്ജ്? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ക്ലിയറൻസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 89ാമത്തെ ചോദ്യം നോക്കാം. എ ബ്രിഡ്ജ് ഈസ് കാൾഡ് കൾവേർട്ട് ഇഫ് ഇറ്റ്സ് സ്പാൻ ഈസ് അപ് ടു. ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 6 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 90ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റെയിൽസ് ഇൻ എ ബ്രോഡ് ഗേജ് ഓൺ ദ ബേസിസ് ഓഫ് വിഡ്ത്ത് ഓഫ് ദ ട്രാക്ക് ഓഫ് ഇന്ത്യൻ റെയിൽവേ? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. 1:676. 1.676 മീറ്റർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 91ാമത്തെ ചോദ്യം. ദ റെയിൽവേ ലൈൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിങ് ദ റീജിയൻ ഓഫ് വിച്ച് ഗവർണർ ജനറൽ ഇൻ ഇന്ത്യ? ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ഡൽഹൌസീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 92ാമത്തെ ചോദ്യം നോക്കാം. ദ സ്ലോപ്പ് പ്രൊവൈഡഡ് ഇൻ ദ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ഓഫ് ദ റോഡ് ഈസ് കോൾഡ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്. ഗ്രേഡിയൻ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 93ാമത്തെ ചോദ്യം. വിച്ച് ഈസ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ ആൻ ഐഡിയൽ സൈറ്റ് ഫോർ എ ബ്രിഡ്ജ്? ഓക്കെ, ബ്രിഡ്ജിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പോയിന്റ്സ് ഏതാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. റീച്ച് ഓഫ് സ്ട്രീം ഷുഡ് ബി സ്ട്രെയിറ്റ്. ഓക്കെ, അതാണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 94ാമത്തെ ചോദ്യം നോക്കാം. ദ ബൗണ്ടറീസ് ബിറ്റ്വീൻ ദ പേവ്മെൻറ്റ് ആൻഡ് ഫുട് പാത്ത്? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. കർബാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 95ാമത്തെ ചോദ്യം നോക്കാം. എ ഫ്ലെക്സിബിൾ കണക്ഷൻ ബിറ്റ്വീൻ ദ വാട്ടർ മെയിൻ ആൻഡ് ദ സർവീസ് പൈപ്പ് മെയ്ഡ് ഓഫ് മെറ്റീരിയൽ ലൈക്ക് ലെഡ് ഈസ് കാൾഡ്? ഏതാണ് ആൻസർ വരുന്നത്? ഗോസ് നെക്കാണ്. ഗോസ് നെക്കാണ്. ഓപ്ഷൻ എ ആണ്. ഇതൊക്കെ കറക്റ്റ് ആ ഒരു സെൻറ്റൻസ് അതുപോലെ നമ്മുടെ നിമീയുടെ ടെസ്റ്റിലുള്ളതാണ്. നിമീയുടെ ആ ഒരു PDF നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ ആ ഒരു നിമീയുടെ പോയിന്റ്സ്, നിമീയിൽ നിന്നുള്ള പോയിന്റ്സ് തന്നെയാണ് ആ ഒരു സെൻറ്റൻസ്, അതുപോലെ തന്നെ നിമീയിലുണ്ട്. ഓക്കെ, ദെൻ 96ാമത്തെ ചോദ്യം നോക്കാം. സിയോലൈറ്റ് പ്രോസസ് ഇൻ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. റിമൂവൽ ഓഫ് പെർമനൻറ്റ് ഹാർഡ്നെസ്. ഇതും നിമീൽ ഈ ഒരു സെൻറ്റൻസ് അതുപോലെ തന്നെ നിമീയിലുണ്ട്. ഓക്കെ, ദെൻ 97ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ചീഫ് സോഴ്സ് ഓഫ് ഓൾ വാട്ടർ സപ്ലൈസ്? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണല്ലേ. ഓപ്ഷൻ സി ആണ്. പ്രസിപ്പിറ്റേഷൻ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 98ാമത്തെ ചോദ്യം. എ ലാമ്പ് ഹോൾ ഈസ് യൂസ്ഡ് ടു? ഏതാണ് ആൻസർ വരുന്നത്? ഡിറ്റക്ട് ദ ഒബ്സ്ട്രക്ഷൻ ഇൻ ദ സിവർ. ഓപ്ഷൻ ബി ആണ്. ഇതും നിമീൽ അതുപോലെ തന്നെ പറയുന്നുള്ളൂ. ഓക്കെ, നിമി ഇമ്പോർട്ടൻ്റ് ആണ്. നിമീൽ അതുപോലെ തന്നെ പറയുന്നുണ്ട് ഈ സെൻറ്റൻസ് ഒക്കെ. ഓക്കെ, ദെൻ 99ാമത്തെ ചോദ്യം നോക്കാം. ദ ഓർഗാനിക് മാറ്റർ deposited at the bottom of the sedimentation tank during the treatment of the sewage is called? ഓക്കെ, ഏതാണ് അവിടെ? സ്ലഡ്ജ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു സെൻറ്റൻസും നമ്മുടെ നിമീയുടെ ടെസ്റ്റിൽ അതുപോലെ സെയിം സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 100ാമത്തെ ചോദ്യം. എ പൈപ്പ് വിച്ച് ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ ദ ഹൗസ് ഡ്രെയിനേജ് ടു പ്രിസർവ് ദ വാട്ടർ ഓഫ് ട്രാപ്പ് ഈസ് നോൺ as? ഏതാണ് ആൻറ്റി സൈഫണേജ് പൈപ്പാണല്ലോ. ആൻറ്റി സൈഫണേജ് പൈപ്പ്. ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു എക്സാമിൻ്റെ 100 ആൻസർ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എന്ന് പറയുന്നത്.
നമ്മുടെ PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്ത ആ ഒരു പ്രൊഫഷണൽ ആൻസർ കീ കൂടെ റിലേറ്റ് ചെയ്തിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അതുപോലെ ഇനി ഇപ്പം ഈ ഒരു കുറച്ച് എളുപ്പമായിരുന്നു, കുറച്ച് ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുപോലെ തന്നെ കുറച്ച് കൺഫ്യൂസിങ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസും ഇന്നത്തെ ഈ ഒരു എക്സാമിന് ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് സാധ്യതയുള്ളത് കുറച്ച് നെഗറ്റീവ് അധികം വരാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങളാരും വറീഡ് ആവണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയും ഈ ഒരു 2026 നമുക്ക് ഒട്ടനവധി നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടല്ലേ. സോ അതിൻ്റെ എല്ലാം എക്സാം ഏതൊക്കെ മാസം നടക്കും എന്നുള്ളതും PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസും, അതായത് എക്സാം ഏതൊക്കെ മന്തിൽ നമുക്കുണ്ടാവും ആ ഒരു ഡീറ്റെയിൽസും, അതുപോലെ ഇപ്പോൾ റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്ത എല്ലാ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും, ഇക്വാലൻസി ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് എല്ലാത്തിൻ്റെയും വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിമിയിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് നിമിയിൽ ഒബ്ജക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറേ കൊടുത്തിട്ടുണ്ടല്ലേ. സോ ആ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു ബണ്ടിൽ നമ്മുടെ പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ നിങ്ങൾക്ക് ഡെമോ വീഡിയോസും അവൈലബിൾ ആണ്. ആ ഡെമോ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ 59 രൂപ 59 രൂപ കൊടുത്ത് അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലുള്ള എല്ലാ വീഡിയോസും കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറയുന്നതുപോലെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഇതിൻ്റെ എക്സാം കുറച്ച് നെഗറ്റീവ് മാർക്ക് കൂടിയെന്ന് പറഞ്ഞ് നിങ്ങളാരും എന്ത് ചെയ്യരുത്, പുറകിലോട്ട് പോകരുത്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നിങ്ങൾക്ക് ഇതൊരു കുറച്ച് ഈസിയായ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങളെ സ്വയം വിലയിരുത്തുക. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു എക്സാം കഴിഞ്ഞാൽ നമുക്കതിൽ നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വറീഡ് ആവരുത്, നമ്മൾ മടുക്കരുത്, പഠിച്ച് നമ്മൾ മടുക്കരുത്. ഓക്കെ, ആ ഒരു ഡീമോട്ടിവേറ്റിലോട്ട് നമ്മളായി പോകരുത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഏതൊക്കെ പോർഷനാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗമാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് പ്രശ്നമാണ് നമുക്ക് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾ തന്നെ സ്വയം അനലൈസ് ചെയ്തിട്ട് ആ പോർഷന് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക് നിങ്ങൾ കുറച്ചൊന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു അപ്ഡേറ്റായി നമ്മൾ പോകത്തുള്ളൂ. ഓക്കെ, അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങനെ പഠിക്കുന്നു, കുറേ എക്സാം അറ്റൻഡ് ചെയ്യുന്നു, എക്സാം ഒന്നും കിട്ടുന്നില്ല, അങ്ങനെ വാങ്ങിയിരുന്നാൽ ഒന്നും നടക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത്, ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് വീക്കായിട്ട് തോന്നുന്നത്, ആ ഒരു പോർഷൻ നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കൂടുതൽ ആ ഒരു പോർഷൻ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.